ജാൻ എസ് മീഡിയയുടെ വചനജ്യോതിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആഗോള സഭ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ സഭ സ്ഥാപിക്കുകയും സ്വർഗത്തിൻ്റെ താക്കോലും കുഞ്ഞാടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കാനുള്ള അധികാരവും പത്രോസിന് നൽകി. ഈ പത്രോസിൻ്റെ പിൻഗാമിമാരായി മാർപ്പാപ്പമാർ നമ്മെ നയിക്കുന്നു. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസ് ബെത്സൈദയിലാണ് ജനിച്ചത്. ശിമയോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ക്രിസ്തു ശിഷ്യനായിരുന്ന അന്ത്രയോസിൻ്റെ അനുജനായിരുന്നു വിശുദ്ധ പത്രോസ്. അദ്ദേഹം വിവാഹശേഷം കഫർനാമിലെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി. അധികം താമസിയാതെ അന്ത്രയോസും കഫർനാമിലെത്തി. മീൻപിടുത്തമായിരുന്നു അവരുടെ പരമ്പരാഗതമായ തൊഴിൽ. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായ ഈ സഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. യോഹന്നാനാണ് ഇവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തത്. അപ്രതീക്ഷിതമായി ലഭിച്ച ക്രിസ്തുവിൻ്റെ വിളി ഈ സഹോദരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ക്രിസ്തു പത്രോസിനെ പ്രത്യേകമാം വിധം സ്നേഹിക്കുകയും അദ്ദേഹത്തിന് മറ്റ് അപ്പസ്തോലന്മാരെക്കാൾ പ്രാധാന്യം നൽകുകയും ചെയ്തതായി സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുന്നു. ശിഷ്യസംഘത്തിൻ്റെ വക്താവെന്ന നിലയിൽ പല സന്ദർഭങ്ങളിലും ഈശോയോട് മറുപടി പറയുന്നത് പത്രോസാണ്. യൂദാസിനെ നഷ്ടപ്പെട്ടിടത്ത് പുതിയ ശിഷ്യനെ തിരഞ്ഞെടുക്കുവാൻ അധ്യക്ഷത വഹിച്ചതും ജെറൂസലേമിലെ സഭയുടെ നേതാവായി വർത്തിച്ചതും പത്രോസ് തന്നെയായിരുന്നു. പന്തക്കുസ്തായ്ക്ക് ശേഷം ആദ്യമായി സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് വിശുദ്ധ പത്രോസായിരുന്നു. ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം കുറേ നാൾ പലസ്തീനായിലും അതിനുശേഷം 7 കൊല്ലം അന്ത്യോക്യയിലും താമസിച്ചിരുന്നതായി വിശുദ്ധ ഗ്രിഗറിയും വിശുദ്ധ ജെറോമും വിശുദ്ധ ഇന്നസെൻ്റ് തുടങ്ങിയവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. AD 37-നും 42-നും ഇടയിലാണ് സ്ലീഹ റോമായിലെത്തുന്നത്. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും റോമായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു. AD 67-ലാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും രക്തസാക്ഷിത്വം സ്വീകരിച്ചത്. കണക്കുകൾ അനുസരിച്ച് അന്ത്യോക്യയിലെ ആദ്യത്തെ മെത്രാനും വിശുദ്ധനുമാണ് വിശുദ്ധ പത്രോസ്. ആദ്യത്തെ ക്രിസ്തീയ വിജ്ഞാനകോശങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 എഴുത്തുകൾ വിശുദ്ധൻ്റേതായിട്ടുണ്ട്. വിശുദ്ധരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 198-217 കാലഘട്ടത്തിൽ സെഫറിനൂസ് പാപ്പായുടെ കാലത്ത് ജീവിച്ചിരുന്ന കായൂസ് എന്ന പുരോഹിതൻ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരണേവൂസ് പറയുന്നു, 2 അപ്പസ്തോലന്മാരായ പത്രോസ് പൗലോസ്മാരുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിരിക്കുന്ന എത്രയും ശ്രേഷ്ഠവും മഹത്വവുമായ സഭയാണ് റോമാസഭ. എവുസേബിയൂസ് പല പ്രാവശ്യം ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരിജൻ, വിശുദ്ധ ജെറോം, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്റ്റിൻ മുതലായ സഭാപിതാക്കന്മാരും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പത്രോസിൻ്റെ സിംഹാസനമാണ് റോമ എന്ന് വിശുദ്ധ സിപ്രിയൻ പറയുന്നു. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെപ്പറ്റിയുള്ള വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്.